അപ്പനും അമ്മയും ഒരുക്കിയ ഒരു ആത്മീയ പരിസരത്തിലാണ്, അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനകളുടെ ഒരു കോട്ടയ്ക്കുള്ളിലായിരുന്നു എൻ്റെ ദൈവവിളി സംരക്ഷിക്കപ്പെട്ട് വളർന്നു വന്നത്. വീട്ടിൽ സന്ധ്യമണി അടിക്കുമ്പോൾ തന്നെ കുരിശ് വരയ്ക്കുന്ന ഒരു ശീലം കുഞ്ഞിലെ മുതലേ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ പ്രാർത്ഥന ഞങ്ങൾക്ക് പ്രാർത്ഥന ലീഡ് ചെയ്യാനുള്ള അവസരം പപ്പ ഒരുക്കി തരുമായിരുന്നു. ആതിർവാനം സ്വീകരിച്ച വർഷം മുതൽ എല്ലാ വർഷവും ഒരു വർഷത്തെ താമസിച്ചുള്ള ധ്യാനത്തിന് ഞങ്ങളെ വിടുമായിരുന്നു. അതുപോലെ ആദ്യമായി വചനം പഠിച്ചത്, ആദ്യമായി ഒരു സ്പോണ്ടേനിയസ് പ്രയർ ചൊല്ലിയത് എല്ലാം വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു. ചെറുപ്പത്തിലൊക്കെ കുർബാനയ്ക്ക് പോകാനും പ്രാർത്ഥിക്കാനും ഒക്കെ നല്ല മടിയായിരുന്നു. അപ്പം ഇങ്ങനെ കട്ടിലേന്ന് വലിച്ച് താഴെയിട്ടും അല്ലെ കുഞ്ഞു കുഞ്ഞു ശിക്ഷകൾ, ഇപ്പം പള്ളിയിൽ പോകാത്ത ദിവസം റിമോട്ട് മാറ്റി വെച്ച് അങ്ങനെ TV കാണാനുള്ള അവസരം ഒഴിവാക്കി, അങ്ങനെ കൊച്ചു കൊച്ചു ശിക്ഷണങ്ങളൊക്കെ തന്ന് അങ്ങനെ പപ്പായുടെയും മമ്മിയുടെയും നിർബന്ധം കൊണ്ടാണ് ചെറുപ്പത്തിലൊക്കെ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ഒറ്റ മോളായിരുന്നുകൊണ്ട് എന്നെ ആരും തന്നെ മഠത്തിലോട്ട് അങ്ങനെ വിളിച്ചിട്ടില്ല. സിസ്റ്റേഴ്സൊക്കെ കണ്ടാലും മഠത്തിൽ പോയിരുന്നു എന്ന് അങ്ങനെ ആരും ചോദിക്കാറില്ലായിരുന്നു.